ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബ് അവതാരികയോട് ഇത്രയും ബഹുമാനം തോന്നുന്നു. ഒന്ന് കേട്ടു നോക്കി. സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൽറ്റി അക്കോർഡിംഗ് ടു മീ ഇസ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ്. ഞാനാണ് വാദിച്ചിരുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ എക്സ്റ്റൻഡുകൾ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല. തീർച്ചയായിട്ടും വികാരാധീനമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വരാൻ പാടില്ല എന്നുള്ള അഭിഭാഷകനാണ് ഞാൻ. സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, എന്റെ കുടുംബം ഇത് സംഭവിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ആളൂർ ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടിയാണ്. സാർ അപ്പം അഭിഭാഷകൻ എന്ന രീതിയിൽ സാർ ജയിച്ചു, പക്ഷെ ഒരു അച്ഛൻ എന്ന രീതിയിൽ സാർ തോറ്റുപോകില്ലേ? നിങ്ങളുടെ മനസാക്ഷി കോടതി അവിടെയാണ് പരാജയപ്പെടുന്നത്. അവനിൽ അടുപ്പം കാണിച്ച് അവന്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിന് ശേഷവും എന്തിന് നിങ്ങൾ വഴങ്ങിക്കൊടുത്തു? അപ്പോൾ ബോത്ത് ആർ ഈക്വലി ലയബിൾ അക്കോർഡിംഗ് ടു മീ. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. പ്രതിയുടെ കയ്യിൽ നിന്ന് ഫീസും വാങ്ങിച്ച് പ്രതിയുടെ കേസും നടത്താതെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്ന ഒരു അഭിഭാഷകനല്ല. സാർ അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവും?